തോക്കിനും ലാത്തിക്കും തോൽപ്പിക്കാനാകാത്ത വിപ്ലവ വീര്യമായിരുന്നു മേദിനിക്ക്. കമ്മ്യൂണിസ്റ്റ് സ്വപ്നത്തിന്റെ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചു നടക്കാൻ അത്ര ആവേശമായിരുന്നു ഇവർക്ക്. KPSC എന്ന നാടകവേദി വിപ്ലവ വീര്യമുയർത്തുന്ന പാട്ടുകളുമായി രംഗപ്രവേശം ചെയ്യുന്നതിന് എത്രയോ മുൻപ് തന്നെ തൊഴിലാളി സഖാക്കളുടെ മുന്നിലെത്തിയതാണ് മേദിനി. ഒരുപാട് പാട്ടുകൾ കൊണ്ട് കേരളക്കരയാകെ വിപ്ലവ ജാഥ പടർത്തിയ ഒരു പാട്ടുകാരി. നീതിയാണോ ഇത്, നീതിയാണോ സ്വാതന്ത്ര്യ ഭടന്മാരെ തുറുങ്കിലടയിപ്പത്? അതിൻ്റെ പാട്ടാണ് കേട്ടോ. നീതിയാണോ നല്ല പഴയ B2 സിനിമയുടെ, തമിഴ് സിനിമയുടെ ചൂണ്ട ചാനൽ പാട്ടാണ്. ഇതൊക്കെ യോഗത്തിന് ഞങ്ങൾ പാടാം. അന്ന് ഈ കോൺഗ്രസ് ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പം കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുടെ ജയിലിൽ പിടിച്ചിട്ടപ്പോൾ അതിനെതിരായിട്ടുള്ള പാട്ടാണ്. പിന്നെ രാമൻകുട്ടി ആശാനെന്ന് പറഞ്ഞിട്ടൊരു ആശാനുണ്ടായിരുന്നു. ഇദ്ദേഹം സംസ്കൃത പണ്ഡിതനും കൂടെയായിരുന്നു. പക്ഷെ നിമിഷ കവിയാണ്. ഓർമ്മ ഞാൻ പറയുകയാണ്, ഒരിക്കൽ TV തോമസ് ആലപ്പുഴയിൽ നിന്ന് തോറ്റു തെരഞ്ഞെടുപ്പിൽ. തോറ്റ വികാര വിചാരങ്ങളിൽ ഞങ്ങളെല്ലാം ഇങ്ങനെ ഓഫീസിലിരിക്കുകയാണ്. അപ്പോൾ TV വന്നിട്ട് പറഞ്ഞു, ഇന്ന് യോഗമുണ്ട്, ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല, അതൊക്കെ ജയിക്കും തോക്കും, അതുകൊണ്ട് നിങ്ങൾ പിന്നെ ഇന്ന് വൈകുന്നേരത്തെ യോഗത്തിൻ്റെ പാട്ട് എഴുതണം. അപ്പം ഞാൻ ഇരിപ്പുണ്ട്, നീ ഒരു ട്യൂൺ പറഞ്ഞു കൊടുക്കടി എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ ആജാ ആജാ എന്ന് ഞാൻ ഭാഷ പെട്ടി പണപ്പെട്ടി ഒട്ടിയ വയർതൻ വീര്യമെല്ലാം കണ്ടോ കണ്ടോ മണിമാളികെ പുൽമാടമെന്നെതിരെ ഉണർന്നു. ഒരു ഭാഗം പണപ്പെരുമാൾ, മറുഭാഗം മർദ്ദിതർ അടരാടാൻ നിൽപ്പൂ. നാടാകെ പുരോഹിതരും മുതലാളി വർഗവും ജനമർദ്ദനത്തിനു മാർഗദർശികളായി നിരന്നു. ഇത് 60 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പാട്ടാണെങ്കിൽ ഇന്ന് കാലിക പ്രശ്നമാണ് ആ പാട്ട്. ഈ പാട്ടൊക്കെ നിരോധിച്ച പാട്ടാണ്. ആ നിരോധിച്ച പാട്ട് പാടിയതിനാണ് എന്നെ അറസ്റ്റ് ചെയ്തത്, ലോക്കപ്പിലിട്ടത്. 17 വയസ്സായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നതാണ്. 18 വയസ്സായതെങ്കിൽ കേസ് ചാർജാണ്. എന്നിലും രസകരമായ എൻ്റെ ഓർമ്മ അയവിറക്കുമ്പോൾ രാത്രി എന്നെ അറസ്റ്റ് ചെയ്തു. രാത്രി 12 മണിക്ക് കോട്ടയം ബാസിലെ വീട്ടിലാണ് ഞാൻ വന്ന്. 11 മണിക്ക് കിടന്ന് ഉറങ്ങുമ്പോഴാണ് പോലീസ് വന്ന് വളഞ്ഞ് ഞാൻ കോട്ടയം ബാസിലെ അമ്മയുടെ കൂടെ റൂമിൽ കിടക്കുന്നു, എൻ്റെ അച്ഛൻ ഭാസ്കരൻ്റെ റൂമിൽ. അപ്പോൾ പട്ടാളം വന്നിങ്ങനെ വീട് വളഞ്ഞിട്ട് വാതിൽ മുട്ടി ഒളിക്കുകയാണ്. ഞാൻ ഉറങ്ങിയിട്ടില്ല, കാരണം ഈ തിരുനക്കര മൈതാനത്തു നിന്ന് പാട്ടും പാടി വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മയെ പാട്ട് പാടി കേൾപ്പിക്കണം. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് ഇതാണ്. ഒലിഞ്ഞു നീചരാൽ നിൻ ജീവിതം ധീരയോദ്ധാവേ, ചൊരിഞ്ഞു ചോര നീ നിൻ ജീവിതത്തിൽ ചെങ്കൊടി നാട്ടാൻ. അണിഞ്ഞു കൈവിലങ്ങുകൾ നീ സഖാവേ, ഏഴകൾക്കായി സഖാവേ, ഏഴകൾക്കായി അണഞ്ഞു കാരിരും പഴി തന്നകായിൽ നീചരാലൊരു, ഇങ്ങനെ ഈ വരികളാണ്. അപ്പോൾ അമ്മ ഇത് പാടി കേട്ടാലേ അമ്മ ഉറങ്ങുള്ളൂ. അത്ര ഭാസ്കരൻ്റെ അമ്മ അങ്ങനെ. ഞാനിത് പാടിയ അമ്മ ഉറങ്ങി, ഞാൻ ഉറങ്ങാതിരിക്കുക. അപ്പോഴാണ് ശബ്ദം. കഥ തുറന്നപ്പോൾ പോലീസ് നിൽക്കുക. അപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, നിൻ്റെ വാറണ്ട് കിടപ്പുണ്ടായിരുന്നു, കൂടെ പൊയ്ക്കോണം. ഇപ്പോൾ രാത്രി കുഴപ്പമുണ്ടായില്ല, നാളെ രാവിലെ 4 മണിക്ക് മുമ്പ് റിമാൻഡിൽ ഇറക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും 17 വയസ്സാണ് ആലോചിച്ചോണ്ട്. ഞാൻ നല്ല അന്ന് കൂത്തർളം മേരി ചേച്ചിയൊക്കെ വളരെ മോശമായി പോലീസ് കൈകാര്യം ചെയ്യുന്ന കാലം, വളരെ അതെൻ്റെ ഉള്ളിലെ വല്ലാതെ വിഷമിച്ചു. അച്ഛനൊന്ന് കരയുന്നതൊക്കെ ഞാൻ കണ്ടു. എന്നെ ഇവർ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റുമ്പം അച്ഛൻ്റെ കണ്ണിൽ നിന്നൊക്കെ പോകും. ഞാൻ അച്ഛനെ ഭാസ്കരനെ വിളിച്ചിട്ടങ്ങ് പോവുകയാണ്. മാത്രമല്ല എൻ്റെ ഒരു ആ 17 വയസ്സിൽ ഞാൻ ഇപ്പോൾ എനിക്ക് 78 വയസ്സില്ലേ, ഞാൻ ഒരേ മനസ്സാണ് എൻ്റെ അന്നും ഇന്നും. കാരണം ഞാനങ്ങനെ പോകുന്നൊരു ദോഷമില്ലെന്ന് എനിക്ക് തോന്നി. അങ്ങനെ രാത്രി പോയി. അവിടെ 2 റൂമേ ഉള്ളൂ ലോക്കപ്പ്. അതിൽ ഒന്നൊരു അമ്പലപ്പുഴക്കാർ പിന്നെ കള്ളന്മാരിട്ടിരിക്കുന്ന റൂമാണ്. അതിൽ നിന്ന് മാറ്റി ഒരു ഭാഗത്തുനിന്ന് ഞാൻ സുഖമായിട്ട് കിടന്നു. ഞാനങ്ങ് ഉറങ്ങി. 8 മണിയായപ്പോൾ എഴുന്നേറ്റപ്പം പൊന്നൂസ് ചേട്ടൻ, ഭാസ്കരൻ പറഞ്ഞിട്ടുള്ള നേതാക്കന്മാരെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് നടന്നൊരു സംഭവവികാസമാണ് എനിക്ക് ഏറ്റവും ഇന്നും ഓർക്കുന്നത്. ഞാൻ നേരത്തെ പാട്ടിയ പൊലിഞ്ഞു നീചരം എന്നുള്ള പാട്ട് അവിടെ ഒരു പോലീസുകാരന് ഇഷ്ടമായിരുന്നു. ചെറുപ്പക്കാരനാണ് ആൾ. അല്ലെ പ്രേമലേഖനം എഴുതുന്ന പോലെ ഒരു വരയിട്ട് കള്ളാസിലാത്ത സഖാവേ, നിങ്ങളുടെ പാട്ട് എനിക്കിഷ്ടമാണ്,
ആരും കാണാതെ ഈ പൊലിഞ്ഞു നിരാന്നുള്ള പാട്ട് ഒന്ന് എഴുതി തരണമെന്ന് പറഞ്ഞിട്ട് ഈ ഇതിലെ കടലാസ് പെൻസിലെ കടലാസ് ചുറ്റി ഒരു വരയിട്ടുള്ള പിന്നെ ഇതാണ് ചുരുട്ടി ഈ ലോക്കപ്പിനകത്ത് ഇടുന്നത് ഒരു പാറവുകാരൻ കണ്ടു. ഞാനിത് തുറന്നു നോക്കുമ്പോൾ അയാൾ എന്നെ വിളിച്ചിട്ട് അതിക്ക് താന്ന് ചോദിക്കുന്നത്. കാരണം എനിക്കിതിനകത്തുള്ള ഇതെന്താണെന്നറിയാൻ ഒക്കുന്നില്ല. പ്രേമലേഖനം പ്രേമിക്കാൻ വന്നിരിക്കുകയല്ലേ ഇതിനകത്ത്, അതാണ് ആദ്യത്തെ കമൻറ്റ്. ഞാൻ സാറേ അത് ആരോ അങ്ങോട്ട് കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയതാണെന്ന് പറഞ്ഞു. അയാൾ എന്നെ വായിച്ച് കേൾപ്പിച്ചു. സഖാവേ നിങ്ങളുടെ പാട്ട് എനിക്കിഷ്ടമാണ്, പൊലിഞ്ഞു. അപ്പോൾ അയാൾ ചോദിച്ചു പൊലിഞ്ഞു നിതരാളെന്ന് പാടാവോ ഇവിടെ വെച്ച്. അങ്ങനെ പാടാനൊക്കെ എഴുതി കൊടുക്കുമോ? ഞാൻ പിന്നെ എഴുതി കൊടുക്കാം, പാട്ടൊരാൾ ആവശ്യപ്പെടുന്നില്ല, എഴുതി കൊടുക്കുന്നതിന് കുഴപ്പമില്ല, എഴുതി കൊടുക്കും എന്നാൽ എഴുതാമെന്ന് പറഞ്ഞു. എനിക്കറിയാം കുഴപ്പം അടിയൊക്കെ നടക്കുന്ന സംഭവമാണ്. ഞാൻ സാറേ എനിക്ക് അതിൻ്റെ മുഴുവൻ വരികൾ അറിഞ്ഞുകൂടാതെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ ഈ നരവെട്ടക്കാർ, MSPക്കാർ, അച്യുത പാപ്പാളി, OM ഖാദർ, നാടാർ രാമൻ, കുട്ടികൾ മന്നാടി, ആ പാട്ടിലാണ് എന്നെ ഈ 2 വർഷം നിരോധനവും അറസ്റ്റ് ചെയ്തതിനാണ്. അതിലെ രാജൻ എന്ന് പറയുന്ന പേരുകാരൻ ഒരു 11 മണിയായപ്പോൾ വന്ന് പ്രതിയായി എന്നെ വിളിപ്പിച്ചു. നിനക്ക് കേരളത്തിലുള്ള തിരുവിതാംകൂറിലുള്ള മുഴുവൻ ഇൻസ്പെക്ടർമാരുടെയും പേരറിയാമല്ലോ, ഒന്ന് പാടിക്കുക എന്നൊക്കെ പറഞ്ഞു. ആദ്യം ഞാൻ വിസമ്മതിച്ചു. അയാൾ പറഞ്ഞു പാടിയേ ഒക്കുള്ളൂ, അല്ലെങ്കിൽ തല്ലു വാങ്ങിക്കും. അപ്പോൾ അറിയാം തല്ലുവെന്ന്. ഞാൻ പാടിയില്ല, പറഞ്ഞു നരവേട്ടക്കാർ, MSPക്കാർ, അച്യുത പാപ്പാളി, OM ഖാദർ, നാടാർ രാമൻ, കുട്ടികൾ മന്നാടി, ഒന്നും തലപ്പൊക്കൽ. അതിലൊരാളാണ് ഞാനെന്ന് ഇയാൾ പറഞ്ഞു. പറയല്ല, പിന്നെ പെരുമാറ്റമായിരുന്നു. അടിയൊക്കെ അടിയരും പിന്നെ അടുത്തൊരാക്രമണത്തിന് മുതിരുന്നതിന് മുമ്പായിട്ട് എന്നെ കൊണ്ടുവന്ന സബ് ഇൻസ്പെക്ടർ ഈ കോട്ടയം ഭാസ്കര ക്ലാസ്മേറ്റായിരുന്നു. അയാൾ വളരെ ബോധപൂർവ്വം എന്നോടൊപ്പം ഉണ്ടായിരുന്നു അകത്ത്. അയാൾ റാസ്കൽ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മുടി ചുറ്റിപ്പിടിച്ചിട്ട് കൊണ്ടുപോയി അവിടുന്ന് കൊണ്ടുപോകുമായിരുന്നു ലോക്കപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ അയാൾ ചവിട്ടി നാശമാക്കും. അത്ര കാരണം അയാൾക്ക് ഈ വികാരം ഉണ്ടല്ലോ അന്നത്തെ പോലീസിൻ്റെ മനസ്സ്. അപ്പോൾ ആ ഒരു അനുഭവമൊക്കെ എൻ്റെ മനസ്സിൽ അത്രയൊക്കെ നമുക്ക് ഒരു അന്നത്തെ ഒരു കാലഘട്ടത്തിൽ. പിന്നെ നമ്മൾ പൊതുപ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ ആലപ്പുഴ ജില്ല കഴിഞ്ഞ് കേരളമായപ്പോൾ കേരളം വിവിധ മേഖലകളിൽ പണിയെടുക്കുവാനും പ്രവർത്തിക്കാനും ഒക്കെ ഒരു ഉണർവ് കിട്ടിയത് ഈ പശ്ചാത്തലമാണ്.